നോമ്പ് ചിന്തകൾ 3-ാം തിങ്കൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ എളിയ മനോഭാവം ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത ഈശോ ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യന്മാർ തമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടാകുമ്പോൾ ഈശോ അവരെ വിളിച്ച് ഒരു ശിശുവിനെ മധ്യത്തിൽ നിർത്തി അവരോട് പറയുന്നു, നിങ്ങളും ഇതുപോലെയാകണം എന്ന്. ശിശുവിൻ്റെ പ്രത്യേകതകൾ വിനയഭാവം, നിഷ്കളങ്കത, നിഷ്പ്രഭാവം ഇവയാണ്. ശിശുഭാവം ശിഷ്യൻ സ്വന്തമാക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ശിശുവിൻ്റെ മനസ്സ് സ്വന്തമാക്കണമെങ്കിൽ അവർ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നും. അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറിയ നന്മ പ്രവർത്തികൾക്ക് പോലും ദൈവത്തിൻ്റെ പക്കൽ പ്രതിഫലമുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. മിശിഹായുടെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അതിനു പോലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. നല്ല മനസ്സോടെ ചെയ്യുന്ന ഏതു നന്മയും ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാകും. ഈ നോമ്പുകാലത്ത് നോമ്പിൻ്റെ പുണ്യങ്ങളിലൂടെ കൂടുതൽ എളിമപ്പെട്ട് ശിശുഭാവം സ്വന്തമാക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും മറ്റുള്ളവർക്ക് കൂടുതൽ നന്മ ചെയ്യാനും അങ്ങനെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകാനും നമുക്ക് ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.